Welcome all to the online classroom for Diploma in Computer Engineering students under Directorate of Technical Education, Government of Kerala. This webinar session is jointly hosted by State Institute of Technical Teachers Training and Research and ASAP Kerala. So today we have a new course, Object-Oriented Programming through C++ for third semester computer engineering students. The program coordinators for this webinar session is Mr. Vinod E, Shihabudheen KM, and AK Parvathi. We have an eminent presenter for today's classroom, Dr. KANCHANA J. Course coordinator for this program is ZIYAD TA. And we have two panelists for today's online classroom, Divya John and Gowrimol D. ഇന്നത്തെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ സെഷനായ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ നമ്മളുടെ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മളോടൊപ്പമുള്ള ഡോക്ടർ കാഞ്ചനയെ പ്രസൻറ്റേഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ്. താങ്ക് യു സിയാർ. ഗുഡ് മോർണിംഗ് ആൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ത്രൂ C++ന്റെ തിയറിയാണ്. അതിന് തന്നെ നമുക്ക് ലാബും ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ കോഴ്സിന്റെ ഒബ്ജക്റ്റീവ്, എന്താണ് നമ്മൾ കോഴ്സ് ഔട്ട്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ആദ്യം നോക്കുന്നത് കോഴ്സ് ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഈ ഗ്രൂപ്പ്സിന്റെ ഈ ക്ലാസ് കഴിയുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. അത് വെച്ച് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് സ്കിൽസ് ഒന്ന് എൻഹാൻസ് ചെയ്യും. ഇനി അടുത്തത് കോഴ്സ് ഔട്ട്കം ആണ്. അതായത് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് സ്റ്റുഡൻസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒന്ന്, ഡെവലപ്പ് പ്രോഗ്രാമിംഗ് സ്കിൽസ് യൂസിങ് ദ ഫണ്ടമെന്റൽസ് ആൻഡ് ബേസിക്സ് ഓഫ് C++ ലാംഗ്വേജ്. C++ന് എന്താണ് അതിന്റെ ബേസിക്സ് അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സിയിലെ അറേസ്, സ്ട്രക്ചേഴ്സ്, അത് എഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ പോയിന്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടും മെമ്മറി മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ്, അതായത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം, അത് വെച്ച് നിങ്ങളുടെ പ്രോഗ്രാംസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. പിന്നെ C++ന്റെ ക്ലാസ്സസ് എങ്ങനെ ബിൽഡ് ചെയ്യാം, നമ്മുടെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് അതിന്റെ ഒബ്ജക്റ്റിന് ഏത് കോമ്പസിഷൻ യൂസ് ചെയ്താണ് നമുക്ക് C++ ക്ലാസ്സസ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രോഗ്രാംസിനകത്ത് നമുക്ക് എങ്ങനെ C++ന്റെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ആയ ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഇതിനെക്കുറിച്ചൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഈ കോഴ്സ് കഴിയുമ്പോൾ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ആദ്യത്തെ പാർട്ടായ ഫീച്ചേഴ്സ് ഓഫ് C++, നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ പാർട്ടാണിത്. ഫീച്ചേഴ്സ് ഓഫ് C++. എന്താണ് C++ എന്ന ലാംഗ്വേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് C++ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് നമ്മൾ C ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. C എന്ന് പറയുന്നത് എന്താണ്? പ്രൊസീജറൽ ലാംഗ്വേജ് ആണ്. എന്ന് പറഞ്ഞാൽ സിക്കകത്ത് നമ്മളൊരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ, വലിയൊരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ പ്രോഗ്രാം ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയും. ഓരോ ചെറിയ പ്രോഗ്രാമിനെ നിങ്ങൾ പറയുന്ന പേര് ഫങ്ഷൻസ് എന്നാണ്. ഇവിടെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലെ പ്രോഗ്രാമിനെ ഡിവൈഡ് ഇൻറ്റു ഒബ്ജക്ട്സ് എന്നാ പറയുന്നത്. അവിടെ ചെറിയ പ്രോഗ്രാമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിനെ പിന്നെ നമ്മൾ സോൾവ് ചെയ്ത് പോകുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജക്ട്സ് ആയിട്ടാണ് നമ്മുടെ പ്രോഗ്രാമിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ അതിന്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ പോർട്ടബിൾ ആണ്. അത് സിയുടെ കേസിൽ നമ്മൾ പറയുന്നുണ്ട്. പോർട്ടബിൾ ഏത് ടൈപ്പ് സിസ്റ്റത്തിൽ നമുക്ക് ഇതിനെ റൺ ചെയ്യിക്കാൻ പറ്റും. ഇതിന്റെ സോഴ്സ് കോഡ് പ്രോഗ്രാം നമുക്ക് ഏത് ടൈപ്പ് സിസ്റ്റത്തിൽ വേണമെങ്കിലും റൺ ചെയ്യാൻ പറ്റും. ഇത് സിമ്പിൾ ആണ്. പിന്നെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ ലാംഗ്വേജസ് 3 രീതിയിലുണ്ട്. ലോ ലെവൽ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതിനകത്ത് ലോ ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ്. നമ്മൾ യൂസറിന് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ നമ്മുടെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ തന്നെയാണ് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്.
അപ്പൊ C++ ഒക്കെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അടുത്തത് ഇത് പോപ്പുലർ ആണ്, കേസ് സെൻസിറ്റീവ് ആണ്. സി ഓൾസോ കേസ് സെൻസിറ്റീവ് ആണ്. അപ്പൊ കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കീവേഡ്സ് സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അത് അതുപോലെ യൂസ് ചെയ്യണം, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ അതുപോലെ യൂസ് ചെയ്യണം. അപ്പൊ ഈ C++ലെ എല്ലാ കീവേഡ്സും സ്മോൾ ലെറ്റേഴ്സ് ആണ്, അത് അതുപോലെ തന്നെ യൂസ് ചെയ്യും. പിന്നെ ഇത് കമ്പൈലർ ബേസ്ഡ് ആണ്. കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ്. അപ്പൊ നിങ്ങൾ ഏതൊരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയാലും എന്ത് ചെയ്യണം? ഇറ്റ് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ്, അല്ലേ? ആ ട്രാൻസ്ലേറ്റിന് യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റിംഗ് പ്രോഗ്രാംസ് ആണ് കമ്പൈലർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ആ കമ്പൈലർ എന്ന് പറയുന്നത് ഇന്റർപ്രറ്റർ ഒക്കെ അതിൽ നമ്മുടെ C++ എന്ന് പറയുന്നത് കമ്പൈലർ ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ C++ന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് അതുപോലെ ലാസ്റ്റ് വൺ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. എന്താ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയുന്നത്? നമ്മൾ സാധാരണ രണ്ട് ടൈപ്പ് മെമ്മറി അലോക്കേഷൻ ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഒന്ന് ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നിങ്ങൾ പ്രോഗ്രാമിനകത്ത് പറയുകയാണ് ഇൻറ്റ് എ ഓഫ് 10, സിയിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ എക്ക് 10 മെമ്മറി ലൊക്കേഷൻസ് ഡിഫൈൻ ചെയ്യണം. അത് സ്റ്റാറ്റിക് ആണ്. നമ്മൾ പറയുവാണ് ഇത്രയും മെമ്മറി ലൊക്കേഷൻസ് ഡിഫൈൻ ചെയ്യണം, പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ പറയുകയാണ്. അല്ല, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വേരിയബിളിന് അല്ലെങ്കിൽ ആ ഡേറ്റയ്ക്ക് എത്രയാണോ വേണ്ടത് മെമ്മറി, അതനുസരിച്ച് അതിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നത് ആണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അത് നമ്മൾ ഇനി പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് തിയറി പഠിക്കുമ്പോൾ നമ്മളത് കുറച്ചും കൂടി മനസ്സിലാക്കും. ഓക്കെ, ഇനി അടുത്തത് ഡേറ്റ ടൈപ്സ് ഇൻ C++. നമ്മൾ സിയിൽ നോക്കിയിട്ടുള്ള അതേ തന്നെയാണ്, ഇതേയും സെയിം ഡേറ്റ ടൈപ്സ് തന്നെയാണ് ഇവിടെയും. അഡീഷണൽ ആയിട്ട് ഒരു യൂസർ ഡിഫൈൻ ടൈപ്പിൽ മാത്രം ഒരു ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. C++ന്റെ ഡേറ്റ ടൈപ്സ് മൂന്നായിട്ട് പറയുന്നുണ്ട്: യൂസർ ഡിഫൈൻ ടൈപ്പ്, ബിൽറ്റ് ഇൻ ടൈപ്പ് ആൻഡ് ഡിറൈവ്ഡ് ടൈപ്പ്. അതിൽ യൂസർ ഡിഫൈൻ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് ഉണ്ട്, യൂണിയൻ ഉണ്ട്. ഇതിവിടെ സിയിൽ ഇല്ലാത്ത ഒരെണ്ണമാണ് ക്ലാസ്. അത് ഡേറ്റ ടൈപ്സ്, ഈ യൂസർ ഡിഫൈൻ ഡേറ്റ ടൈപ്പ് C++ൽ വന്നപ്പോൾ ക്ലാസ്സും കൂടി ഉണ്ട്. പിന്നെ എന്യൂമറേറ്റഡ് ഡേറ്റ ടൈപ്പ്. ഇനി ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഇന്റിജർ ഡേറ്റ ടൈപ്പ്, അതായത് ഇന്റഗ്രൽ ഡേറ്റ ടൈപ്പ് ഉണ്ട്, വോയിഡ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ടൈപ്പ്. അതിൽ ഇന്റഗ്രൽ ഡേറ്റ ടൈപ്പ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇന്റിജറും അതുപോലെ ക്യാരക്ടറും ആണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് ഒരു ഡേറ്റ ടൈപ്പും അല്ല. പിന്നെ ഫ്ലോട്ടിംഗ് ടൈപ്പ് ആണ്, ഫ്ലോട്ടും ഡബിളും ആണ്. ഇത് ഓൾറെഡി നമ്മൾ സിയിൽ പഠിച്ചതാണ്, അപ്പൊ ഞാനത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അടുത്തത് എക്സ്പ്രഷൻസ് ആണ്. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ട്. എന്താണ് എക്സ്പ്രഷൻ? എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്തുണ്ടാവും? ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, കോൺസ്റ്റന്റ്സ് ഉണ്ടാവും, വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ 10+5 ഒരു എക്സ്പ്രഷൻ ആണ്. 10+5 ഒരു എക്സ്പ്രഷൻ ആണ്. അത് 10 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, 5 ഒരു കോൺസ്റ്റന്റ് ആണ്, പ്ലസ് ഒരു ഓപ്പറേറ്റർ, അതൊരു എക്സ്പ്രഷൻ. അതിന്റെ കോമ്പിനേഷൻ, ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, കോൺസ്റ്റന്റ്സ് ഉണ്ടാവും, അതിന്റെ കോമ്പിനേഷൻ നമുക്ക് എക്സ്പ്രഷൻ എന്ന് പറയാം. അതുപോലെ വേരിയബിൾസ് വരാം, A+B, എയും ബിയും വേരിയബിൾസ് ആണ്, പ്ലസ് ഒരു ഓപ്പറേറ്റർ ആണ്, ഇതും ഒരു എക്സ്പ്രഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്? കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 10+5 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ ആണ്. ഇനി ഇന്റഗ്രൽ എക്സ്പ്രഷൻസ്, അതിൽ ഇന്റീജർ ആവാം, ഫ്ലോട്ടിംഗ് ടൈപ്പ് അതിന്റെ ആവുന്നത്, ഈ ക്യാരക്ടർ എക്സ്പ്രഷൻസ് ആവാം, അതെല്ലാം. അതായത് 10+5 അതൊരു ഇന്റഗ്രൽ എക്സ്പ്രഷൻ, ഇന്റീജർ ടൈപ്പ് വരുന്നത്. അടുത്തത് ഫ്ലോട്ട് എക്സ്പ്രഷൻസ് എന്താവാം? 10.5 പ്ലസ് 2.5 ഫ്ലോട്ട് വാല്യൂസ് ഉണ്ട്, ഡെസിമൽ വാല്യൂ ഉള്ളത് ആണ് ഫ്ലോട്ട് വാല്യൂസ്. അങ്ങനെ അത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന എക്സ്പ്രഷൻസ് നമുക്ക് എന്ത് പറയാം? ഫ്ലോട്ട് എക്സ്പ്രഷൻസ് എന്ന് പറയാം. അടുത്തത് റിലേഷണൽ അല്ലെങ്കിൽ ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് റിസൾട്ട് വരുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 10 > 20 എന്ന് പറഞ്ഞാൽ 10 എന്ന വാല്യൂ 20നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? ട്രൂ ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? ഫോൾസ്. അപ്പൊ ആ രീതിയിലെ എക്സ്പ്രഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൂളിയൻ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലോജിക്കൽ എക്സ്പ്രഷൻസ്. ഇതുപോലത്തെ ഒന്നിൽ കൂടുതൽ ബൂളിയൻ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് വരുന്ന എക്സ്പ്രഷൻസിനെ നമ്മൾ എന്ത് പറയുന്നത്? ബൂളിയൻ എക്സ്പ്രഷൻസ്. 10 > 20 ആൻഡ് 10 > 30 എന്ന് പറഞ്ഞാൽ അതൊരു ലോജിക്കൽ എക്സ്പ്രഷൻ. രണ്ട് ബൂളിയൻ എക്സ്പ്രഷൻസിനെ ഞാൻ കമ്പൈൻ ചെയ്തു, അതാണ് ലോജിക്കൽ എക്സ്പ്രഷൻസ്. അതിന്റെയും റിസൾട്ട് രണ്ട് എക്സ്പ്രഷനും സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് വരും? ട്രൂ എന്ന കേസ് വരും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അത് ഫോൾസ് കേസ് ആയിട്ട് നമുക്ക് പറയാം. അത് കമ്പൈൻ ചെയ്യുന്ന ബേസ് ചെയ്ത് ആൻഡ് യൂസ് ചെയ്താണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ. നിങ്ങൾ ഇഫിലൊക്കെ നോക്കിയിട്ടുണ്ടാവും. അതാണ് ലോജിക്കൽ. അപ്പൊ ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് നമ്മൾ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് നമ്മളൊരു C++ പ്രോഗ്രാം എഴുതിയാൽ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയുണ്ടാവും? നിങ്ങൾക്ക് സിയിൽ അറിയാം അല്ലെ? നമ്മൾ സി പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതുന്നത്? ഹെഡർ ഫയൽസ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രീ പ്രോസസർ ഡയറക്ടറീസ് ഹാഷ് ഇൻക്ലൂഡ് യൂസ് ചെയ്ത് നിങ്ങൾ ആദ്യം എന്ത് എഴുതും? stdio.h എന്ന് എഴുതും. എല്ലാ പ്രോഗ്രാമിന്റെയും ബിഗിനിങ്ങിൽ
നിങ്ങൾ എഴുതും #include_stdio.h. അത് ഹെഡർ ഫയലാണ്. അത് ഇൻക്ലൂഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രീ പ്രോസസർ ഡയറക്റ്റീവ് ആണ് ഏത് #include. അതുപോലെ C++ പ്രോഗ്രാമിന് നമ്മൾ എന്ത് കൊടുക്കണം? ആദ്യമേ ഹെഡർ ഫയൽസ്. നിങ്ങൾക്ക് ഏതെല്ലാം ഹെഡർ ഫയൽസ് നിങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നു ആ ഹെഡർ ഫയൽസ് എല്ലാം അതുപോലെ ഈ പ്രോഗ്രാമിൽ പറയാം. അതും #include യൂസ് ചെയ്താണ് ഇവിടെയും പറയുന്നത്. ഓക്കെ. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ഒരു പ്രത്യേകതയാണ് ക്ലാസ്. ആ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നത് ഹെഡർ ഫയലിന് തൊട്ട് താഴെ. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ പ്രോഗ്രാമിനകത്ത് ഏതെങ്കിലും മെമ്പർ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ക്ലാസിന്റെ പാർട്ടായിട്ടുള്ള മെമ്പർ ഫംഗ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇതിന്റെ തൊട്ട് താഴെയാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ ഏത് തുടങ്ങുന്നുള്ളൂ? മെയിൻ ഫംഗ്ഷൻ നമ്മുടെ തുടങ്ങും. ഇതാണ് C++ പ്രോഗ്രാമിംഗിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു C++ പ്രോഗ്രാം എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള C++ പ്രോഗ്രാം. ശ്രദ്ധിച്ചേ, നമ്മൾ #include അതാണ് നമ്മുടെ ആദ്യത്തെ ഹെഡർ ഫയൽ. #include IOStream അതൊരു ഹെഡർ ഫയലിന്റെ ലൈനാണ്. അതിനുശേഷം നിങ്ങൾ അറിയാം, നിങ്ങൾ ലിനക്സ് ബേസ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? യൂസിങ് നെയിം സ്പേസ് STD പറയും. അത് നമ്മൾ വിൻഡോസിൽ ചെയ്യാറില്ല. ലിനക്സ് ബേസ്ഡ് ആകുമ്പോൾ കമ്പൈലറിന് പറയുന്നതാണത്. ഇനി അടുത്തത് എന്ത് പറയും? ഇതിനകത്ത് ഞാൻ ക്ലാസ് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് എന്ത് ഡെഫിനിഷൻ ഇല്ല? ക്ലാസ് ഇല്ല. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻ ഡെഫിനിഷനും അവിടെ വരുന്നില്ല. അടുത്തത് എന്താ പറയുന്നത്? മെയിൻ ഫംഗ്ഷൻ ആണ്. മെയിൻ ഫംഗ്ഷൻ പറയുന്നു, എന്നിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്യും. അത് സീല പോലെ തന്നെ ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു. മെയിനകത്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എഴുതുന്നു. അതിനുശേഷം എന്ത് ചെയ്യാം? മെയിൻ പ്രോഗ്രാം നമ്മൾ ക്ലോസ് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. സെയിം സി പോലെ തന്നെ. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള C+ പ്രോഗ്രാം. ഇനി അടുത്തത് നമുക്കൊരു യൂസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കമന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോഗ്രാമിനാണ് നമ്മളൊരു നല്ല. എന്തിനാണ് നമ്മൾ കമന്റ്സ്? ഇപ്പൊ ഞാൻ എഴുതുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ എനിക്കറിയാം ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ലൈൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വേരിയബിൾ എന്തിനു യൂസ് ചെയ്യുന്നത് അറിയാൻ പറ്റും. സപ്പോസ് ഞാൻ എഴുതിയ പ്രോഗ്രാം ഒരു തേർഡ് ഒരാൾ വന്ന് വായിക്കുവാണെങ്കിൽ, സെക്കൻഡ് പേഴ്സൺ വന്ന് വായിക്കുമ്പം അയാൾക്കറിയില്ല ഈ വേരിയബിൾ എന്തിനു യൂസ് ചെയ്തു, ഈ സെക്ഷന്റെ യൂസ് എന്താണ്, ഇവിടെ എന്തിനു വേണ്ടി ഈ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തു എന്ന് അറിയണമെങ്കിൽ എനിക്ക് ആ പ്രോഗ്രാമിൽ കമന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം, റിമാർക്സ് എൻട്രി ചെയ്യാൻ പറ്റും. അങ്ങനെ റിമാർക്സ് എൻട്രി ചെയ്യാൻ നമുക്ക് C++ൽ 2 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്ന്, നമുക്ക് സിംഗിൾ ലൈൻ റിമാർക്സ് എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടി ലൈൻ ആയിട്ട് എൻട്രി ചെയ്യാൻ പറ്റും. സിംഗിൾ ലൈനാണ് നിങ്ങൾ എൻട്രി ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യേണ്ടത്, ഏത് ലൈനാണ് നിങ്ങൾ കമന്റ് ലൈനായിട്ട് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ആ ലൈനിന്റെ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് ഡബിൾ സ്ലാഷ് യൂസ് ചെയ്യും. നിങ്ങൾ ഏത് ലൈനാണ് സിംഗിൾ ലൈൻ കമന്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നു ആ ലൈനിന്റെ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഡബിൾ സ്ലാഷ് പറയാം. എക്സാമ്പിൾ ശ്രദ്ധിച്ചേ, ഇതാണ് നിങ്ങളുടെ എക്സാമ്പിൾ. ഇപ്പൊ ഞാൻ ദിസ് ഈസ് എ കമന്റ് എന്ന് പറയുന്നത് ആ ലൈൻ എനിക്ക് കമന്റ് ലൈൻ ആവണമെങ്കിൽ അതിന്റെ ബിഗിനിങ്ങിൽ ഞാൻ ഡബിൾ സ്ലാഷ് കൊടുക്കും. ഈ കമന്റ് ലൈനിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ യാതൊരു എഫക്റ്റും ഇതിനുണ്ടാകും. ഇത് നമുക്ക് പ്രോഗ്രാം നമുക്ക് നോക്കുമ്പോൾ പ്രോഗ്രാമിൽ ഉണ്ടാവും, എക്സിക്യൂഷനകത്ത് ഇതിനകത്ത് യാതൊരു എഫക്റ്റും ഇതിനുണ്ടാകും. ഇനി ഈ സെയിം സിംഗിൾ ലൈൻ കമന്റ് തന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടി പറയാം. ഇത് നോക്കിയേ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ. മറ്റതെന്ന് പറഞ്ഞാൽ ഞാനൊരു ലൈൻ തന്നെ ഞാൻ കമന്റ് ലൈൻ ആയിട്ട് യൂസ് ചെയ്യും. ഇവിടെ സി ഔട്ട് ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൈനിന്റെ എൻഡിൽ കൊണ്ട് ഞാൻ കമന്റ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, പക്ഷേ റീഡറിന് ഇത് എന്തിനു വേണ്ടി ഉള്ളതാണെന്നുള്ള കമന്റ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ പറയാൻ പറ്റും. മനസ്സിലായോ? എന്നാൽ ഇത് ഈ റൈറ്റ് സൈഡിൽ കൊണ്ട് ഡബിൾ സ്ലാഷ് കൊടുക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നല്ല, ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, പക്ഷെ റൈറ്റ് സൈഡിൽ ഈ ലൈൻ എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് എനിക്ക് റൈറ്റ് സൈഡിൽ കൊടുക്കാം. അപ്പൊ 2 രീതിയിലും സിംഗിൾ ലൈൻ കമന്റ് പറയാം. നേരത്തെ പറഞ്ഞ കമന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ആ ലൈൻ ഫുള്ളായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യില്ല, ജസ്റ്റ് കമന്റ് ലൈൻ ആയിട്ട് വരും. ഒരു എക്സിക്യൂട്ടബിൾ ലൈനിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കമന്റ് ലൈൻ പറയാം, അത് ജസ്റ്റ് ഈ എക്സിക്യൂട്ടബിൾ ലൈൻ എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് റീഡറിന് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓക്കെ, ഇത് സിംഗിൾ ലൈൻ കമന്റ് ആണ്. ഇനി വേറെ എന്ന് പറഞ്ഞാൽ മൾട്ടി ലൈൻസ് നമുക്ക് കമന്റ് ചെയ്യാം. അത് ഒന്നിക്കുൾ ലൈൻസ് നമുക്ക് കമന്റ് ചെയ്യണമെങ്കിൽ എവിടെ നിന്നാണ് കമന്റ് ചെയ്യേണ്ട ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിനെ /* കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. എവിടെയാണ് ഇത് തീരുന്നത് അവിടെ */ കൊണ്ട് എൻഡ് ചെയ്യുകയും ചെയ്താൽ ഈ പറഞ്ഞ ഇതിന് ബിറ്റ്വീൻ ആയിട്ടുള്ള എല്ലാ ലൈൻസും കമന്റ് ലൈനായിട്ട് മാറും, കമന്റ്സ് ലൈനായിട്ട് മാറുന്നതായിരിക്കും. ഓക്കെ, എക്സാമ്പിൾ ഇതാണ്. അടുത്തതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്, കൺട്രോൾ സ്ട്രക്ചേഴ്സ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. എന്താണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്? അതിനകത്ത് 2 സെക്ഷൻസ് ഉണ്ടാവും അല്ലെ. ഒന്ന് കണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, അത് സിംഗിൾ ബ്രാഞ്ചിങ് ഉണ്ടാവും, മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവും, അതർ എന്താണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. 2 കേസാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഉണ്ടാവും, ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ നമുക്ക് ആദ്യമേ കണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. സിംഗിൾ കണ്ടീഷണൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആയ ഇഫ് എൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി സിയിൽ പഠിച്ചിട്ടുള്ളതാണ്.
ഞാൻ ഒന്നും കൂടി അത് റിവൈസ് ചെയ്ത് പോവാം. ശ്രദ്ധിച്ചേ, എന്തിനാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് എപ്പോഴെങ്കിലും ഒരു നിങ്ങൾക്ക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് 2 ഡേറ്റയുണ്ട്. ഇപ്പൊ സപ്പോസ് ഒരു ഡേറ്റ റെപ്രസെന്റ് എ ആണ്, അടുത്ത ഡേറ്റ ബി ആണെങ്കിൽ എനിക്കറിയണം എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് അറിയണം. അതൊരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിന്റാക്സ് എന്താണ്? ഇഫ് എന്ന് പറയുക, എല്ലാം സ്മോൾ ലെറ്റർ, കീവേഡ് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. അപ്പൊ ഇഫ് പറയുക, അതിന്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? കണ്ടീഷൻ. നിങ്ങൾക്ക് എന്താണ് ചെക്ക് ചെയ്യാനുള്ള ആ എക്സ്പ്രഷൻ അവിടെ പറയണം. ആ കണ്ടീഷൻ ട്രൂ ആയാൽ എന്താണ് ചെയ്യേണ്ടത്? ആ സ്റ്റേറ്റ്മെന്റ് ആണ് നെക്സ്റ്റ് ലൈനിൽ പറയേണ്ടത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ സപ്പോസ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എനിക്ക് ഒരു ലൈൻ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അവിടെ ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. കൊടുത്തെന്ന് പറഞ്ഞ് തെറ്റുമില്ല. അല്ല, ഒന്നിക്കൂടി സ്റ്റേറ്റ്മെന്റ്സ് ആണ് കണ്ടീഷൻ ട്രൂ ആയാൽ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് ആ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എഴുതുക. ആ സ്റ്റേറ്റ്മെന്റ്സ് എഴുതി കഴിഞ്ഞിട്ട് ശേഷം എന്ത് ചെയ്യണം? ആ ബ്രേസസ് അവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ. ഇനി കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യാനുണ്ട്? ഉണ്ടെങ്കിൽ മാത്രം എൽസ് കേസ് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഉണ്ടെങ്കിൽ എൽസ് എന്ന് എഴുതുക. അടുത്ത ലൈനിൽ ആ കേസിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതുക. ഓക്കെ. അവിടെയും ഒന്നിക്കൂടി സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. ഓക്കെ. ഇതാണ് ഇതിന്റെ സിന്റാക്സ്. അപ്പൊ ഇതിനെ നമുക്ക് ബേസ് ചെയ്തുള്ള പ്രോഗ്രാംസ് ഞാൻ സാമ്പിൾ പ്രോഗ്രാമിൽ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഈ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇഫിന്റെ കേസിൽ ബിഫോർ ഗോയിങ് ടു ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒന്നും കൂടി ഇഫിന്റെ കേസ് പറയാം. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഏത് വർക്ക് ചെയ്യില്ല? എൽസ് പാർട്ട് സ്കിപ്പ് ചെയ്ത് പോകും. മനസ്സിലായോ? കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എങ്ങോട്ട് വരും? എൽസ് പാർട്ടിലേക്ക് വന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് വരും. ഓക്കെ. പിന്നെ അടുത്ത നമുക്ക് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സിയിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ 3 ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സെയിം സിന്റാക്സ് ആണ്, ഡിഫറൻസ് ഒന്നുമില്ല. 3 ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഒന്ന് ഫോർ ലൂപ്പ്, ഒന്ന് വൈൽ ലൂപ്പ്, ഒന്ന് ഡു വൈൽ ലൂപ്പ്. ഓക്കെ. ഫോർ ലൂപ്പിനെ നമ്മൾ പറയുന്ന വേറൊരു പേര് കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് ആണ്. എന്തുകൊണ്ട് ഇതിനെ കൗണ്ടർ കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, അതിനെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ പേര് ഒരു 10 പ്രാവശ്യം എനിക്ക് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ സിയിൽ പഠിച്ചല്ലോ പ്രിന്റ് എഫ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് നമുക്ക് CPP സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അത് എനിക്ക് 10 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് കൗണ്ട് ചെയ്യണം 1, 2, 3, 4. അപ്പൊ എത്ര പ്രാവശ്യം ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം? 10 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അതിനെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പ് ആണ്. അതുകൊണ്ടാണ് ഈ ലൂപ്പിന് എന്ത് പേര് പറയുന്നത്? കൗണ്ടർ കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ സിന്റാക്സ് ഒന്ന് ശ്രദ്ധിക്കാം. ശ്രദ്ധിച്ചേ, ഫോർ ലൂപ്പിന് 3 പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ ആണ്. സെക്കൻഡ് വൺ കണ്ടീഷൻ ആണ്. തേർഡ് സ്റ്റെപ്പ്. എന്താണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാല്, നമ്മൾ പറഞ്ഞല്ലോ ഇത് കൗണ്ടർ കൺട്രോൾ ലൂപ്പ് ആണെന്ന്. അപ്പൊ നമ്മുടെ കൗണ്ടറിന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്താണ്? അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും കൗണ്ടർ റെപ്രസെന്റ് ഒരു വേരിയബിൾ യൂസ് ചെയ്യണം. നോർമലി നമ്മളൊരു ഇന്റീജർ വേരിയബിൾ അല്ലെങ്കിൽ സിംഗിൾ ക്യാരക്ടർ വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്റീജർ വേരിയബിൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ ഐ എന്നൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ ഞാൻ ഐ എന്ന വേരിയബിളിന്റെ കൗണ്ടിങ് ഇനിഷ്യൽ വാല്യൂ സപ്പോസ് 1 to 10 ടൈംസ് ആണെങ്കിൽ ഞാൻ ഐയുടെ ഇനിഷ്യൽ വാല്യൂ 1 എന്ന് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ 3 പാരാമീറ്റേഴ്സും സെപ്പറേറ്റ് ചെയ്യേണ്ടത് സെമിക്കോളം വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ സെമിക്കോളം കൊടുത്തു. അടുത്ത കണ്ടീഷൻ. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടിങ് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, അതാണ് അവിടുത്തെ കണ്ടീഷൻ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 10 വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കൗണ്ടർ വേരിയബിളിന് 10 എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ അവിടെ കണ്ടീഷൻ എഴുതി ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഓക്കെ. അടുത്ത ലാസ്റ്റ് അവിടെയും സെമിക്കോളൻ. അടുത്ത പാരാമീറ്റർ ആയ ലാസ്റ്റ് പാരാമീറ്റർ സ്റ്റെപ്പ്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ എങ്ങനെയാണ് കൂട്ടേണ്ടത്, കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ആ സ്റ്റെപ്പ് പറയണം. അപ്പൊ ഇവിടെ എനിക്ക് കൗണ്ടർ എങ്ങനെ വരണം? 1, 2, 3, 4 എന്നാണെങ്കിൽ ഞാൻ എന്ത് പറയണം? ഐയുടെ കൂടെ എന്ത് വരണം? 1 വെച്ച് ഇൻക്രിമെന്റ്. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു I+1 എന്നോ അത് നമ്മൾ ഷോർട്ട് ആയിട്ട് I++ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. I++ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്ക് സ്റ്റെപ്പ് പറയാൻ പറ്റും. ഇനി അടുത്തത് എന്താ പറയേണ്ടത്? ബ്രേസസ് ഓപ്പൺ ചെയ്യുക. ഫോർ ലൂപ്പിൽ നിങ്ങൾക്ക് എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഫോർ ലൂപ്പിനകത്ത് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് ഒന്നിക്കൂൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ്, അതായത് കേളി ബ്രാക്കറ്റ്സിനകത്തായിരിക്കണം ആ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറയേണ്ടത്. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് വൈൽ ലൂപ്പ് ആണ്. വൈൽ ലൂപ്പിനെ പറയുന്ന വേറൊരു പേരാണ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഇതിന്റെ സിന്റാക്സ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. വൈൽ ബ്രാക്കറ്റിനകത്ത് എക്സ്പ്രഷൻ നിങ്ങളുടെ കണ്ടീഷൻ എന്താണ് അത് വൈൽ കഴിഞ്ഞ് ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. ഈ പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പിനകത്തോട്ട് കയറുകയുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറഞ്ഞിരിക്കുന്നത്? എൻട്രി കൺട്രോൾ ലൂപ്പ്.
ഈ കണ്ടീഷൻ ബിഗിനിങ്ങിൽ തന്നെ ചെക്ക് ചെയ്യുകയും ചെയ്യും അല്ലെ. വൈൽ ബ്രാക്കറ്റിൽ നിങ്ങൾ കണ്ടീഷൻ കൊടുക്കുന്നു, ആ കണ്ടീഷൻ ബിഗിനിങ്ങിൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് ചെയ്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ലൂപ്പിനകത്ത് നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അത് എക്സിക്യൂട്ട്. ഇവിടെയും ഒന്നിക്കൂൾ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ബ്രേസസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്, എൻട്രി കൺട്രോൾ. അതിനകത്ത് കയറുന്ന എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എൻട്രി പെർമിറ്റ് ചെയ്യൂ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഡു വൈൽ ലൂപ്പ്. ഇതിന്റെ പേര് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നാണ് പറയുന്നത്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ സിന്റാക്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യം വരുന്നത് ഡു ആണ്. ഡു ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു, അതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ്, ആ സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്നു, അതിനുശേഷം ബ്രേസസ് ക്ലോസ് ചെയ്യുന്നു. അതിന്റെ പുറത്താണ് നിങ്ങളുടെ വൈൽ കണ്ടീഷൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ലാസ്റ്റ് ആണ്. വൈൽ ലൂപ്പിൽ നിങ്ങൾ കണ്ടു കണ്ടീഷൻസ് എവിടെ ചെക്ക് ചെയ്യുന്നത്, ബിഗിനിങ്ങിലാണ്. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ലാസ്റ്റ് ആണ്. മാത്രമല്ല ഇവിടുത്തെ വൈൽ ലൂപ്പിന് സെമിക്കോളൻ കൂടി കൊടുത്തിരിക്കും. വൈൽ ബ്രാക്കറ്റിലെ കണ്ടീഷൻ സെമിക്കോളൻ പറഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ ഇവിടെ ആദ്യം ഡു എന്താണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, അത് ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തിട്ടേ കണ്ടീഷനിലേക്ക് വരുന്നുള്ളൂ. എന്നിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഡൂവിലേക്ക് പോകും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ആ ലൂപ്പിന്റെ അതായത് വൈൽ ലൂപ്പിന്റെ അടുത്ത ലൈനിലേക്ക് വരും. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും ഇവിടെ എത്ര പ്രാവശ്യം ലൂപ്പ് വർക്ക് ചെയ്യും, ഒരു പ്രാവശ്യം വർക്ക് ചെയ്യും. അതാണ് വൈൽ ലൂപ്പും ഡു വൈലും തമ്മിലുള്ള ഡിഫറൻസ്. ഡു വൈലിനകത്ത് ഇതിന്റെ മിനിമം വർക്കിംഗ് എന്ന് പറയുന്നത് 1 ആണ്. പറയാൻ റീസൺ എന്താ, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അവസാനമാണ്. അതുകൊണ്ടാണ് ഇതിന് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് വൈൽ ലൂപ്പിലേക്ക് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വരുന്നത്. അവിടെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ തിരിച്ച് വീണ്ടും ഡൂവിലേക്ക് പോകും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അവിടെ വെച്ച് ഡൂവിലേക്ക് പോവില്ല, വൈലിന്റെ അടുത്ത ലൈനിലേക്ക് വരും. അതാണ്. അപ്പൊ ഇത് മൂന്നുമാണ് നമുക്കുള്ള ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ഫോർ ലൂപ്പ് ഉണ്ട്, അത് കൗണ്ടർ കൺട്രോൾ ലൂപ്പാണ്. വൈൽ ലൂപ്പ് ഉണ്ട്, അത് എൻട്രി കൺട്രോൾ ലൂപ്പാണ്. അടുത്തത് ഡു വൈൽ ലൂപ്പാണ്. അപ്പൊ നിങ്ങൾക്കൊരു പ്രോഗ്രാമിൽ നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിനകത്ത് ഏത് വേണമെങ്കിലും ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് അടുത്തത് നമുക്ക് സെലക്ടീവ്, അതായത് നമ്മുടെ കണ്ടീഷണൽ ബ്രാഞ്ചിങ് വരുന്നത് മൾട്ടി കണ്ടീഷണൽ ബ്രാഞ്ചിങ് ആയിട്ട് വരുന്ന ഒരു സെലക്ടീവ് സ്ട്രക്ചർ ആണ് സ്വിച്ച് കേസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ഞാൻ പറയാണ് എ എന്നൊരു വേരിയബിളിന് ഞാൻ വാല്യൂ റീഡ് ചെയ്യും. ഞാൻ പറയാണ് എ എന്ന വേരിയബിളിന് വാല്യൂ 1 ആണെങ്കിൽ എനിക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഡേ പ്രിന്റ് ചെയ്യണം. ഇപ്പൊ സൺഡേ എന്നാണെങ്കിൽ സൺഡേ പ്രിന്റ് ചെയ്യണം. 2 ആണെങ്കിൽ എനിക്ക് മൺഡേ പ്രിന്റ് ചെയ്യണം. 3 ആണെങ്കിൽ ട്യൂസ്ഡേ പ്രിന്റ് ചെയ്യണം. ഓക്കെ. 7 ആണെങ്കിൽ സാറ്റർഡേ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഈ രീതിയിൽ എനിക്കൊരു ഉണ്ട്. അത് നമ്മൾ പഠിച്ച ഇഫ് വെച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും, ഇഫ് എ ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നിങ്ങൾ പറയും പ്രിന്റ് എഫ് ആണ്. സി ഇല്ലെങ്കിൽ നിങ്ങൾ പറയും പ്രിന്റ് എഫ് എന്ന് പറഞ്ഞു വരും അല്ലെ. നിങ്ങൾ എന്ത് പ്രിന്റ് ചെയ്യും, സൺഡേ എന്ന് പ്രിന്റ് ചെയ്യും. അടുത്ത ചെക്ക് ചെയ്യുന്ന എന്താണ്, ഇഫ് എ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ഇഫ് എ ഇസ് ഈക്വൽ, അപ്പൊ എത്ര ഇഫ് നിങ്ങൾ യൂസ് ചെയ്തു, ഒന്നിക്കുള്ള ഇഫ് യൂസ് ചെയ്തു അല്ലെ. അതിന്റെ പകരം നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ എന്തിനെ ബേസിലുള്ള ബ്രാഞ്ചിങ് ആണ്, എ എന്ന വേരിയബിളിന്റെ വാല്യൂവിനെ ബേസിലുള്ള ബ്രാഞ്ചിങ് ആണ്. അതിന് കിട്ടുന്ന ഡിഫറെന്റ് വാല്യൂവിനെ ബേസിലുള്ള ബ്രാഞ്ചിങ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഡേറ്റയെ ബേസ് ചെയ്തുള്ള ബ്രാഞ്ചിങ്, ഒരു എക്സ്പ്രഷനെ ബേസ് ചെയ്തുള്ള ബ്രാഞ്ചിങ് ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം നമുക്ക് സ്വിച്ച് കേസ് എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതാണ്, ആ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. എന്റെ സിന്റാക്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സ്വിച്ച് ബ്രാക്കറ്റിനകത്ത് എക്സ്പ്രഷൻ, അതിനകത്ത് അവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഏത് എക്സ്പ്രഷനെ ബേസ് ചെയ്താണ് ബ്രാഞ്ചിങ്, ആ എക്സ്പ്രഷൻ കൊടുക്കണം. എക്സാമ്പിൾ എ എന്ന വേരിയബിളിനെ ബേസ് ചെയ്താണെങ്കിൽ എ എന്ന വേരിയബിൾ അവിടെ കൊടുക്കുന്നു. സ്വിച്ച് ബ്രാക്കറ്റിൽ അതാണ് കൊടുക്കുന്നത്. അടുത്ത ശേഷം എന്താണ്, ബ്രേസസ് ഓപ്പൺ ചെയ്യണം. ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്, ഡിഫറെന്റ് വാല്യൂസ്, ഈ എക്സ്പ്രഷൻ എന്തെല്ലാം വാല്യൂസ് വരാം അത് നമ്മൾ ഓരോ കേസിലായിട്ട് പറയണം. കേസ് കീവേഡ് ആണ്, സ്മോൾ ലെറ്റർ ആണ്. കേസ് സ്പേസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫസ്റ്റ് എന്താണ് ആ എക്സ്പ്രഷന്റെ വാല്യൂ. അത് ഇന്റീജർ വാല്യൂ ആണെങ്കിൽ ജസ്റ്റ് സ്പേസ് വെച്ച് ഇന്റീജർ വാല്യൂ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ കേസ് എനിക്ക് എ എന്നാണ് നിങ്ങൾ എക്സ്പ്രസ് സ്വിച്ചിനകത്ത് കൊടുത്തെങ്കിൽ എയുടെ വാല്യൂ 1 ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ കേസ് കഴിഞ്ഞ് നിങ്ങൾ 1: എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ എക്സിക്യൂട്ട് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അതുപോലെ അടുത്ത കേസിനകത്ത് അടുത്ത വാല്യൂ എന്താണ്, 2 ആണെങ്കിൽ 2: അടുത്ത കേസ്. അങ്ങനെ എത്ര വേണമെങ്കിലും കേസ് സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇനി ഈ പറഞ്ഞ കേസ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, അതായത് ഈ പറഞ്ഞ ഒരു വാല്യൂം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പറയണം ഈ പറഞ്ഞ വാല്യൂ ഒന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാസ്റ്റ് ഫൈനലി ഈ പറഞ്ഞ എബോവ്, നമ്മൾ എൽസ് കേസ് പറയില്ലേ, ഇല്ല എഫും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ എൽസ് ഇതായിരിക്കണം എന്ന് പറഞ്ഞ കണക്ക് ഈ പറഞ്ഞ കേസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് ഇതായിരിക്കണം പ്രിന്റ് ചെയ്ത് വരാൻ, അല്ലെങ്കിൽ ഇതായിരിക്കണം എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡീഫോൾട്ടിൽ പറയാം. എത്ര വേണമെങ്കിലും കേസ് പറയാം, പക്ഷെ ഒരു ഡീഫോൾട്ട്. ആ പറയുന്ന കേസ് എല്ലാം എവിടെ ആയിരിക്കണം, ഡീഫോൾട്ടിന് മുമ്പായിരിക്കണം പറയാം. ഓക്കെ. ആ പറയുന്ന കേസ് എല്ലാം ഡീഫോൾട്ടിന് മുമ്പായിരിക്കണം പറയാം.
അപ്പൊ ഡീഫോൾട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു കേസ് പറയാൻ പറ്റും. ഡീഫോൾട്ട് ആണ് ലാസ്റ്റ്. ഡീഫോൾട്ട് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം, അതായത് ഈ പറഞ്ഞ കേസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഡീഫോൾട്ട് അവിടെ യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ സ്വിച്ചിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? ഇത് ആദ്യം നോക്കുന്നത് സ്വിച്ച് ഓഫ് എക്സ്പ്രഷൻ എടുത്തു. ആ എക്സ്പ്രഷന്റെ വാല്യൂ ആദ്യം പറഞ്ഞ കേസിന്റെ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. ആ വാല്യൂ ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ അതാണ് ആ എക്സ്പ്രഷന്റെ വാല്യൂ എങ്കിൽ, ആ കേസിൽ തൊട്ട് താഴെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ട് ബ്രേക്ക് എന്ന് കാണുമ്പോൾ, ബ്രേക്ക് നമ്മൾ എന്തിനാ കൊടുക്കുന്നത്? ബ്രേക്ക് നമ്മൾ നിർബന്ധമല്ല, പക്ഷെ എന്തിനാ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കൊടുത്തില്ല എങ്കിൽ അത് അടുത്ത കേസിലും കൂടി സ്റ്റിക്ക് ചെയ്ത് നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തീർച്ചയായിട്ടും എന്ത് വേണ്ട, ബാക്കിയുള്ള കേസ് ഒന്നും വേണ്ട, സ്വിച്ചിന്റെ പുറത്തേക്ക് പോയാൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ കേസ് കഴിയുമ്പോൾ നമ്മൾ എക്സിക്യൂഷൻ ടൈം നമുക്ക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഓരോ കേസ് കഴിയുമ്പോൾ നമ്മൾ എന്താ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ബ്രേക്ക്, അടുത്ത കേസ് ഒന്നും വേണ്ട, സ്വിച്ചിന്റെ പുറത്ത്. ഓരോ കേസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്. അപ്പൊ കേസ് വാല്യൂ 1 ആണെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് ബ്രേക്ക് കാണുമ്പോൾ സ്വിച്ചിന്റെ പുറത്ത്. അഥവാ ആ പറഞ്ഞ വാല്യൂ അല്ല എങ്കിൽ അടുത്ത കേസിലേക്ക് അത് സ്വിച്ച് ചെയ്തു. ഈ പറഞ്ഞ വാല്യൂ ആണോ, ആണെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും, ബ്രേക്ക് കാണുമ്പോൾ സ്വിച്ചിന്റെ പുറത്ത്. ഇങ്ങനെ എല്ലാ കേസിലും. സപ്പോസ് നിങ്ങളുടെ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഡീഫോൾട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു കേസും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഡീഫോൾട്ടിലേക്ക്, ഡീഫോൾട്ട് കൊടുത്തില്ലെങ്കിൽ സ്വിച്ചിന്റെ പുറത്തേക്ക്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ ഇനി നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഇൻ സി പ്ലസ്. അതായത് നിങ്ങൾ സിക്കകത്ത് പ്രിന്റ് എഫ് സ്കാൻ എഫ് പഠിച്ചില്ലേ? എന്തിനാ പ്രിന്റ് എഫ്? നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിന്റ് എഫ് യൂസ് ചെയ്യും. അതുപോലെ ഏതെങ്കിലും ഡേറ്റ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്കാൻ എഫ് യൂസ് ചെയ്യും. അതുപോലെ കറസ്പോണ്ടിങ് സി പ്ലസ് പ്ലസിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? പ്രിന്റ് എഫിനും സ്കാൻ എഫിനും പകരം സി പ്ലസ് പ്ലസിൽ യൂസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് സി ഇന്നും സി ഔട്ടും എന്ന് പറയുന്ന രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ യൂസ് ചെയ്യും. ഇത് രണ്ടും നമ്മൾ പ്രിന്റ് എഫ് സ്കാൻ എഫ് നമ്മൾ എവിടെയുണ്ടെന്ന് പറഞ്ഞത് stdio.h എന്ന ഹെഡർ ഫയലിലാണ് ഉള്ളത്. ഇവിടെ സി ഇൻ സി ഔട്ട് എന്ന് പറയുന്നത് എന്നകത്താണ് ഉള്ളത്? IO സ്ട്രീം എന്നതാണ്. അപ്പൊ നിങ്ങളുടെ പ്രോഗ്രാമിൽ ഏത് ഇൻക്ലൂഡ് ചെയ്യണം? നിങ്ങൾ സിക്കകത്ത് stdio.h പറയുന്നത് CPP-യുടെ എല്ലാ പ്രോഗ്രാമിലും ഏത് കൊടുക്കണം? #include IO സ്ട്രീം പറയണം. അത് വിൻഡോസ് ചെയ്യുവാണെങ്കിൽ പറയും, ലിനക്സിലാകുമ്പോൾ നമ്മൾ IO സ്ട്രീം. എന്തിനു വേണ്ടിയാണ് നമ്മുടെ സി ഇന്നും സി ഔട്ടും പറയുന്നത്? ഇനി നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ് സി ഇൻ ആൻഡ് സി ഔട്ട്. അതായത് നിങ്ങളുടെ സി ഇൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സിയിലെ സ്കാനപ്പിന് ഇക്വലന്റ് ആണ്. സ്കാനപ്പ് എന്തിനാ? കീബോർഡിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യണം, എക്സിക്യൂഷൻ ടൈമിൽ കീബോർഡിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യാൻ. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്കാനപ്പിന് പകരം സി ഇൻ, എല്ലാം സ്മോൾ ലെറ്റർ ആണ് സി ഇൻ. എന്നിട്ട് ഇവിടെ പറയേണ്ടത് ഒരു എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഡബിൾ ഗ്രേറ്റർ ദാൻ സൈൻ പറയണം. എന്നിട്ട് വേരിയബിൾ ഇവിടെ %d %s അങ്ങനെയൊന്നും കൺവേർഷൻ സ്പെസിഫിക്കേഷൻസ് ഒന്നുമില്ല. ഇവിടെ ജസ്റ്റ് എന്ത് മാത്രം കൊടുത്താൽ മതി? സി ഇൻ പറയുക, ഡബിൾ ഗ്രേറ്റർ ദാൻ സൈൻ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, സ്പേസ് നമ്മൾ എന്ത് കൊടുക്കണം? വേരിയബിൾ പറയണം. ഏത് വേരിയബിൾ ആണ് റീഡ് ചെയ്യേണ്ട? വേരിയബിൾ. സപ്പോസ് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അടുത്ത ഡബിൾ ഗ്രേറ്റർ ദാൻ സൈൻ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ പറഞ്ഞിട്ട് ആ വേരിയബിൾ. ഒരു സി ഇൻ തന്നെ നിങ്ങൾ സ്കാനപ്പിൽ %d എന്ന് പറഞ്ഞു പോകുന്നില്ലേ? അതുപോലെ ഇവിടെ എന്ത് പറയാം? സി ഇൻ ഡബിൾ ഗ്രേറ്റർ ദാൻ സൈൻ വേരിയബിൾ, ഡബിൾ ഗ്രേറ്റർ ദാൻ സൈൻ വേരിയബിൾ, അങ്ങനെ എത്ര വേണമെങ്കിൽ പറയാം. ലാസ്റ്റ് സെമിക്കോളൻ. ഓക്കെ, അത് വളരെ സിമ്പിൾ ആണ്. CPP-യിലെ ഡേറ്റ റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് സി. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് സി ഔട്ട് ആണ്. പ്രിന്റ് എഫിന് വരെ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം? സി ഔട്ട്. ഇവിടെ തിരിച്ച് ഡബിൾ ഗ്രേറ്റർ ദാൻ സൈൻ അല്ല, ഡബിൾ ലെസ് ദാൻ സൈൻ, ഇതിനെ പറഞ്ഞ ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഇവിടെ നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അത് പ്രിന്റ് എഫിൽ പറയുന്ന പോലെ ഇവിടെ എന്ത് വേണം? ഡബിൾ കൊട്ടേഷൻ മാർക്കിനകത്ത് കൊടുത്തിരിക്കണം. സി ഔട്ട് ഇൻസേർഷൻ ഓപ്പറേറ്റർ ഡബിൾ ലെസ് ദാൻ സൈൻ കൊടുക്കുക, ബോർഡ്സിനകത്ത് മെസ്സേജ് പറയാം. പറഞ്ഞ ആ മെസ്സേജ് അതുപോലെ നിങ്ങളുടെ സ്ക്രീനിൽ ചെയ്ത് വരും. വേരിയബിൾ ആണെങ്കിൽ കോഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് വേരിയബിൾ പറയാം. ഒന്നിക്കുൾ വേരിയബിൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡബിൾ ലെസ് ദാൻ സൈൻ വീണ്ടും പറഞ്ഞ് ആ വേരിയബിൾ പറഞ്ഞു. ഓക്കെ, ഇതാണ് സി ഇൻ സി ഔട്ട് ആണ് നമ്മുടെ CPP-യിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ സ്കാനപ്പ് ആൻഡ് പ്രിന്റ് എഫ്. ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഏത് ഹെഡർ ഫയൽ യൂസ് ചെയ്യണം? IO സ്ട്രീം എന്ന ഹെഡർ ഫയൽ നിങ്ങളുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിന്റെ സാമ്പിൾ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സാമ്പിൾ പ്രോഗ്രാംസ്. ഫസ്റ്റ് ഞാൻ നോക്കുന്ന പ്രോഗ്രാം നോക്കി, രണ്ട് നമ്പേഴ്സ്. നമ്മൾ ഇപ്പല്ലേ നമ്മൾ ആദ്യം പഠിച്ച കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് അല്ലെ? കൺട്രോൾ സ്ട്രക്ചർ നമ്മൾ ആദ്യം കണ്ടീഷണൽ ബ്രാഞ്ചിങ് ആയിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ചു. അതിന്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം നോക്കി. രണ്ട് നമ്പേഴ്സ് ഞാൻ റീഡ് ചെയ്യുന്നു, അതിൽ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം.
ഇവിടെ നോക്കിയേ, ഞാൻ IO സ്ട്രീം എന്ന് പറഞ്ഞ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? എന്റെ പ്രോഗ്രാമിൽ ഞാൻ ഇവിടെ IO സ്ട്രീം ഇൻക്ലൂഡ് ചെയ്യണം. അത് ഇൻക്ലൂഡ് ചെയ്യാൻ അത് പിന്നെ പ്രീപ്രോസസ് ഡയറക്റ്റീവ് ആണ്. ഹാഷ് മെയിൻ പറഞ്ഞു, ബ്രേസ് പോലെ തന്നെ മെയിൻ പറയുന്നു, ബ്രേസസ് ഓപ്പൺ ചെയ്തു. വേരിയബിൾസ് ഞാൻ 2 ഇന്റിജർ വാല്യൂസ് ആണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ആ വേരിയബിൾസ് ഇന്റിജറിന്റെ കീബോർഡ് യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്തു. ഇന്റ് A, B 2 വേരിയബിൾസ് റീഡ് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. അത് റീഡ് ചെയ്യാനായിട്ട് എന്ത് കൊടുത്തു? റീഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാരണം എന്റെ 2 നമ്പേഴ്സ് മെസ്സേജ് അത് പ്രിന്റപ്പിൽ പറയുമായിരുന്നു അല്ലെ. പ്രിന്റപ്പിന് കറസ്പോണ്ടിങ് എന്താ ഉള്ളത്? സി ഔട്ട് ആണ്. അപ്പൊ സി ഔട്ടില് നമ്മൾ എന്ത് കൊടുത്തു? ഇൻസേർഷൻ ഓപ്പറേറ്റർ ആയ ഡബിൾ ഡെസ്റ്റാൻസ് പറയണം, കോഡ്സിനകത്ത് എന്റെ 2 നമ്പേഴ്സ്. അപ്പൊ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ എന്ത് മെസ്സേജ് വരും? എന്റെ 2 നമ്പേഴ്സ് മെസ്സേജ്. ഓക്കെ, അതിനുശേഷം എനിക്ക് റീഡ് ചെയ്യാൻ സ്കാനപ്പിന് വരെ ഇവിടെ നമ്മൾ ഏത് യൂസ് ചെയ്യും? സിഇൻ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഡബിൾ ഗ്രേറ്റർ ദാൻ സൈൻ. ആദ്യത്തെ വേരിയബിൾ എ ആണ്. ഇനി ഒരു വേരിയബിൾ കൂടി ഇതിനകത്ത് റീഡ് ചെയ്യാനുണ്ട് എങ്കിൽ വീണ്ടും ഡബിൾ ഗ്രേറ്റർ ദാൻ സൈൻ. അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്ക്രീനിൽ എന്ത് വെയിറ്റ് ചെയ്യും? കേഴ്സർ വെയിറ്റ് ചെയ്യും. നിങ്ങൾ കീബോർഡിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്ത് ഫസ്റ്റ് റീഡ് ചെയ്യുന്ന ഡേറ്റ എയിൽ അസൈൻ ചെയ്യും, സ്പേസ് ഇട്ട് കൊടുത്ത് സെക്കൻഡ് ഡേറ്റ കൊടുക്കും, അത് എയിലേക്ക് റീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എക്കും ബിക്കും ഇപ്പൊ വാല്യൂ കിട്ടി. നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? കമ്പയർ ചെയ്യണം. എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് ചെയ്യണം. അത് യൂസ് ചെയ്ത റിലേഷൻ ഓപ്പറേറ്റർ നമ്മൾ ഗ്രേറ്റർ ദാൻ സൈൻ ആണ്. അപ്പൊ എ ഗ്രേറ്റർ ഒരു കണ്ടീഷൻ അല്ലേ. അപ്പൊ നമ്മൾ ഏത് സ്റ്റേറ്റ്മെന്റ് ഇഫ് ബ്രാക്കറ്റിനകത്ത് എന്ത് കണ്ടീഷൻ ആണ്? എ ഗ്രേറ്റർ ദാൻ ബി ആണോ ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? എ പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിനകത്ത് കൊടുത്ത് ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എ പ്രിന്റ് ചെയ്യണം. സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. അപ്പൊ എനിക്കൊരു മെസ്സേജ് കൂടി വേണമെങ്കിൽ ഞാൻ ആദ്യം മെസ്സേജ് പറഞ്ഞു, കോഡ്സിൽ ലാർജസ്റ്റ് കേസ് എന്നൊരു കോഡ്സ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഡേറ്റ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ അവിടെ എന്ത് കൊടുത്തു? വീണ്ടും ഇൻസേർഷൻ ഓപ്പറേറ്റർ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഒരെണ്ണം ഒരു എൻജൽ നിങ്ങൾ കണ്ടോ? എൻജൽ യൂസ് ചെയ്തിട്ടുണ്ട്. എൻജൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്ക് സ്ലാഷ് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? സിയില് അതെന്താണ്? ന്യൂ ലൈൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രിന്റ് ചെയ്തിട്ട് പ്രിന്റിംഗ് പോയിന്റ് അടുത്ത ലൈനിൽ സ്ക്രീനിൽ അടുത്ത വരെ അതിന് ഇക്വലന്റ് ആണ്. ബാക്ക് സ്ലാഷ് എന്നും ഇവിടെ യൂസ് ചെയ്യാം. ബാക്ക് സ്ലാഷ് എൻ ആണ് യൂസ് ചെയ്തെങ്കിൽ ഡബിൾ കോഡ്സിൽ ബാക്ക് സ്ലാഷ് എന്ന് എഴുതണം. അല്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വലന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന CPP-ല് എൻജൽ ആണ്. CPP-ല് ബാക്ക് സ്ലാഷ് എന്നും യൂസ് ചെയ്യാം, എൻജലും യൂസ് ചെയ്യാം. രണ്ടും ഒരേ യൂസ് തന്നെയാണ്. എൻജൽ ആണെങ്കിൽ കോഡ്സ് ഒന്നും വേണ്ട, ജസ്റ്റ് എൻജൽ എന്ന് പറയാം. സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. ബാക്ക് സ്ലാഷ് എൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ കോഡ്സിനകത്തായിരിക്കണം ബാക്ക് സ്ലാഷ് എൻ. എന്നാൽ രണ്ടിന്റെ മീനിങ് എന്താണ്? അടുത്ത ലൈനിലേക്ക് വരണം. അടുത്ത ഔട്ട്പുട്ട് എവിടെ ആയിരിക്കും? അടുത്ത ലൈനിന്റെ ബിഗിനിങ്ങിലായിരിക്കും. ഇനി അഥവാ എ ഗ്രേറ്റർ ദാൻ ബി അല്ല എങ്കിൽ എവിടെ വരണം? എൽസ് പാർട്ടിലേക്ക് വരും. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സെയിം മെസ്സേജ് ഞാൻ കൊടുത്തു, സി ഔട്ട് ലാർജസ്റ്റ് ബി എന്ന് പറഞ്ഞു. ഇതാണ് ഇഫിന്റെ ഒരു സിമ്പിൾ. ഇനി അടുത്ത് നമുക്ക് ലൂപ്പ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രോഗ്രാം നോക്കാം. ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുന്ന ഒരു എക്സാമ്പിൾ. നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾക്ക് അറിയാലോ, 1, 2, 3, 4, 5 അങ്ങനെ. അപ്പൊ ഞാൻ പറയാ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കും. അതായത് 1 + 2 + 3 + 5 അങ്ങനെ +99 + 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് സം ചെയ്യാം. അതാണ് നമ്മുടെ റിസൾട്ട് വരേണ്ടത്. അപ്പൊ ഞാനിവിടെ വീണ്ടും ഹാഷ് ഇൻക്ലൂഡ് IOStream.h പറഞ്ഞു, മെയിൻ ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞു. എനിക്ക് ലൂപ്പിൽ യൂസ് ചെയ്യാനായിട്ട് ഞാനൊരു I എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് ഇന്റീജർ വേരിയബിളാണ്. സം റെപ്രസെന്റ് ചെയ്യാൻ S എന്നൊരു വേരിയബിൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഏത് ലൂപ്പ് എനിക്ക് ഏറ്റവും എളുപ്പം? നമുക്ക് കൗണ്ട് 1, 2, 3 എന്ന് വരാൻ ഏറ്റവും എളുപ്പം നമുക്ക് ഫോർ ലൂപ്പ് ആണ്. അപ്പൊ ഞാൻ ഫോർ ലൂപ്പ് ബ്രാക്കറ്റിനകത്ത് കൗണ്ടിങ് എവിടെ സ്റ്റാർട്ട് ചെയ്തത്? 1-ലായതുകൊണ്ട് ആ വേരിയബിളിന് ഇനിഷ്യൽ വാല്യൂ 1 കൊടുത്ത് ഇനിഷ്യലൈസേഷൻ ചെയ്തു. കണ്ടീഷൻ എന്താണ്? ആ വേരിയബിളിന്റെ വാല്യൂ 100 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ കണ്ടീഷൻ കൊടുത്തു I <= 100. ഇനി ഇത് ഓരോ പ്രാവശ്യം എങ്ങനെ സ്റ്റെപ്പ് വരേണ്ടത്? 1 വെച്ചാണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. I++, I = I+1. ഇനി ഇതിനകത്ത് എനിക്ക് എന്താ വേണ്ടത്? ഇത് ആഡ് ചെയ്തല്ലേ വരേണ്ടത്. അത് S എന്ന വേരിയബിൾ സമ്മിലേക്ക് എനിക്ക് ഓരോ പ്രാവശ്യം ആഡ് ചെയ്ത് വരണം. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? ആദ്യം I യുടെ വാല്യൂ 1 ആയിരിക്കും. ചെക്ക് ചെയ്യും <= 100 ആണ്. അതെ, അങ്ങനെയാണെങ്കിൽ എവിടെ വരും? ലൂപ്പിനകത്ത് വരും. ലൂപ്പിനകത്ത് എന്താ? S = S+I. എസിന്റെ ഇനിഷ്യൽ വാല്യൂ എന്താണ്? 0 ആണ്. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? 1 ആഡ് ചെയ്യും. ഓക്കെ, 1 ആഡ് ചെയ്തു. ആ 1 വരുമ്പോഴത്തേക്ക് എസിന്റെ ഇനിഷ്യൽ ഇപ്പൊ വാല്യൂ 1 ആയി. നെക്സ്റ്റ് വീണ്ടും ബ്രേസസ് കാണുമ്പോൾ വീണ്ടും അത് എവിടെ വരും? ഫോർ ലൂപ്പിലേക്ക് പോകുന്നു. ഫോർ ലൂപ്പിൽ നിന്ന് സ്റ്റെപ്പിലേക്ക് പോകും. ആ സ്റ്റെപ്പ് എന്തായിരിക്കും? I++ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ I++ എന്താ? ഇപ്പൊ ഐയുടെ വാല്യൂ 2 ആണ്. ഓക്കെ, വീണ്ടും ആ 2 ചെക്ക് ചെയ്യും <= 100 ആണോ? അതെ, വീണ്ടും ലൂപ്പിൽ വരും. ഇപ്പൊ ഓൾറെഡി എസ് 1 ഉണ്ട്. 1-ലൂടെ അടുത്ത് ഐയുടെ വാല്യൂ 2 ആഡ് ചെയ്യും. അപ്പൊ 3 ആയി ഇപ്പൊ വാല്യൂ. അടുത്ത വീണ്ടും എന്തായിരിക്കും? ലൂപ്പിലേക്ക് പോകും. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് 3 ആവും. 3 <= 100 ആണ്. വീണ്ടും കണ്ടീഷനിലേക്ക് അങ്ങനെ ഓരോ പ്രാവശ്യം ആഡ് ചെയ്ത്
ഐയുടെ വാല്യൂ 100 ആവുമ്പോൾ ആ എസിലേക്ക് 99 വരെ ആഡ് ചെയ്ത വാല്യൂ ഉണ്ട്, അതുകൊണ്ട് 100 ആഡ് ചെയ്യും. ഇനി ഐയുടെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 101 വരും അല്ലെ, 101 വരും. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ചെക്ക് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ ലൂപ്പിന് പുറത്ത് പറഞ്ഞാൽ ആ ബ്രേസസിന്റെ പുറത്ത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, സി ഔട്ട് സം ഓഫ്, അത് ഞാൻ മെസ്സേജ് കൊടുത്തിരിക്കും അല്ലെ. നമുക്കൊരു മെസ്സേജ് വെറുതെ ഒരു ഡാറ്റ പ്രിന്റ് ചെയ്യേണ്ട, സി ഔട്ട് എസ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഇൻസേർഷൻ ഓപ്പറേറ്റർ പറഞ്ഞിട്ട് എസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സം കാണും. പക്ഷെ എന്താണെന്നൊരു കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആയിട്ട് കാണിക്കാൻ നമ്മൾ എന്ത് കൊടുത്തു, കോഡ്സിനകത്ത് മെസ്സേജ് കൊടുത്തു സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു എന്നിട്ട് വാല്യൂ വന്നാൽ വായിക്കുന്നവർക്ക് മനസ്സിലാവും ഇത് നാച്ചുറൽ നമ്പേഴ്സ് സം റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ ആണ്. ഓക്കെ, ഇനി സെയിം നമ്മളിപ്പോ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടില്ലേ, അടുത്തത് നമുക്ക് ഈവൻ നമ്പേഴ്സിന്റെ സം കണ്ടു. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് 50 വരെയുള്ള ഈവൻ നമ്പർ 2, 4, 6 അല്ലെ, 8, 10, 12 അങ്ങനെ 50 വരെയുള്ളത് 48, 50 അതാണ് ലാസ്റ്റ് നമ്പർ. അതുവരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ സം കണ്ടു. ഓക്കെ, വീണ്ടും IO സ്ട്രീം ഒക്കെ ഇൻക്ലൂഡ് ചെയ്തു, മെയിൻ ഫംഗ്ഷൻ എടുത്തു. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു, ടു വേരിയബിൾ ഐ കൊടുത്തു, ഇവിടെ സം റെപ്രസെന്റ് വേരിയബിൾ എസ് എടുത്തു, ഇനിഷ്യൽ വാല്യൂ 0. ഇവിടെ നമുക്ക് എവിടെ സ്റ്റാർട്ടിങ് എത്ര, നമ്മുടെ ഈവൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയിലാണ്, 2 ആണ് നമ്മുടെ ഈവൻ നമ്പർ അല്ലെ. നമ്മുടെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന എത്രയാണ്, ഞാൻ ഐക്ക് 2 എന്ന വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. അവിടെ സോറി ലെസ് ദാൻ ഈക്വൽ ടു 100 അല്ല, അവിടെ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന 50 ആണ്. ഇവിടെ എന്ത് കൊടുക്കണം, നമ്മൾ 50 എന്ന് പറയും. ഓക്കെ, 50 കൊടുത്തു. ഇനി ഇത് എത്ര വെച്ച് ഇൻക്രിമെന്റ് ഈവൻ നമ്പേഴ്സ്, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് പ്ലസ് പറഞ്ഞാൽ 2, 3, 4 എന്നായി. അപ്പൊ നമുക്ക് വരേണ്ട എത്ര, 2 കഴിഞ്ഞാൽ അടുത്ത് 4 വരണം. അപ്പൊ ഐയുടെ പ്രസന്റ് വാല്യൂ കൂടെ 2 ആഡ് ചെയ്ത്. അപ്പൊ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 2. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിനകത്ത് വരും എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ്. അപ്പൊ ഇത് വർക്കിംഗ് എങ്ങനെയായിരിക്കും, ആദ്യം ഐക്ക് 2 എന്ന വാല്യൂ കിട്ടി, ചെക്ക് ചെയ്യും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആണെങ്കിൽ 100, 50 ആണെങ്കിൽ 50 ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണ്, ലൂപ്പിനകത്ത് കയറി. ഈ പ്രോഗ്രാമിന്റെ ക്വസ്റ്റ്യൻസിൽ 50 ആണ് അവിടെ വരേണ്ടത്, 50 കൊടുക്കും. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് ഐ, അപ്പൊ ഇനിഷ്യൽ വാല്യൂ 0 ആണ്, എസ് 0 പ്ലസ് 2 അപ്പൊ 2 എന്ന് വെച്ചു. അപ്പൊ ബ്രേസസ് കാണുമ്പോൾ എവിടെ പോകും, ഫോർ ലൂപ്പിലേക്ക് പോകും. ഇപ്പൊ പോകുന്നത് സ്റ്റെപ്പ് വാല്യൂവിനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 2. അപ്പൊ ഐക്ക് എന്താണ് വാല്യൂ 2, അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും, 2 കൂടി ആഡ് ചെയ്യും. അപ്പൊ എത്ര കിട്ടി, 4 കിട്ടി. അപ്പൊ ആ 4 കിട്ടി. ആ 4 എന്താന്ന് ചെക്ക് ചെയ്യും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണ്. കണ്ടീഷൻ 2 ആണ്, ലൂപ്പിനകത്ത് കയറും. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ്, എസ് ഓൾറെഡി 2 ഉണ്ട്, 2 പ്ലസ് 4 6 എന്ന്. അങ്ങനെ അടുത്ത പ്രാവശ്യം എന്ത് വരും, 6 വരും. ആ 6 വീണ്ടും എസിനകത്ത് ആഡ് ചെയ്ത് പോകും. ഇങ്ങനെ ആഡ് ചെയ്ത് 50 വരുന്നു. ആ 50യും എസ് ഇസ് ഈക്വൽ ടു 48 വരെയുള്ള നമ്പേഴ്സ് എസിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും, 50 ആഡ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ലൂപ്പിലേക്ക് പോകുമ്പോൾ എന്താണ്, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 2. 50 പ്ലസ് 2 എത്രയാവും, 52. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, കണ്ടീഷൻ ഫോൾസ് ആയി ലൂപ്പിന് പുറത്ത് വരും. അവിടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, സം ഓഫ് ഈവൻ നമ്പേഴ്സ് ഈക്വൽ ടു എന്ന മെസ്സേജ് പ്രിന്റ് ചെയ്യും. റൈറ്റ് സൈഡിൽ ആ എസ് എന്തായിരുന്നു വാല്യൂ പ്രിന്റ്. ഓക്കെ, ഇതാണ് ഈവൻ നമ്പേഴ്സിന്റെ സം. ഇനി അടുത്തത് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ. എന്താണ് ഫാക്ടോറിയൽ എന്ന് അറിയാലോ, ഏത് നമ്പറിന്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 തൊട്ട് ആ നമ്പർ വരെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു കൗണ്ടർ ആയിട്ട് ഒരു വേരിയബിൾ യൂസ് ചെയ്യാനായിട്ട് കൗണ്ട് ചെയ്യണമല്ലോ, 1, 2, 3 നമ്മൾ ഏത് നമ്പർ പറഞ്ഞാൽ ആ നമ്പർ വരെ വരാനായിട്ട് ഞാനൊരു വേരിയബിൾ എടുത്തു, ഐ എന്ന് കൊടുത്തു. പിന്നെ എന്താണ്, ഫാക്ടോർ റെപ്രസെന്റ് ഞാൻ എഫ് കൊടുത്തു. ഇവിടെ ശ്രദ്ധിച്ച ഇനിഷ്യൽ വാല്യൂ ഞാൻ 1 ആണ്. സമ്മിന്റെ കേസ് ഇനിഷ്യൽ വാല്യൂ 0. എന്തുകൊണ്ടാണ്, അവിടെ ആഡ് ചെയ്ത് വരിക, 0 ആഡ് ചെയ്താൽ വാല്യൂ വ്യത്യാസം. ഇവിടെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ 0 പറഞ്ഞാൽ റിസൾട്ട് 0 ആയി. അപ്പൊ നമുക്ക് വാല്യൂ മാറ്റമില്ലാതെ വരുന്ന ഏതാണ്, 1. അതുകൊണ്ടാണ് ഞാൻ ഫാക്ടോർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനിഷ്യൽ വാല്യൂ ഞാൻ എന്ത് കൊടുത്തു, 1. ഇല്ല ഏതാണ് നമ്പർ, അത് റെപ്രസെന്റ് ചെയ്യാൻ നമ്പർ യൂസ് ചെയ്യും. അത് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തു, സി ഔട്ടിൽ എൻ്റർ നമ്പർ കൊടുത്തു, സി എൻ വെച്ച നമ്പർ റീഡ് ചെയ്തു. അപ്പൊ സപ്പോസ് ഞാൻ റീഡ് ചെയ്ത നമ്പർ 5 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഐയുടെ ഇനിഷ്യൽ വാല്യൂ ഞാൻ 1 കൊടുത്തു. 2 ആദ്യം ഞാൻ ഡു ചെയ്യും, എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ. അപ്പൊ എന്ത് കിട്ടും, എഫിന്റെ ഇനിഷ്യൽ വാല്യൂ 1 ആയിരുന്നു, 1 ഇൻറ്റു ഐയുടെ വാല്യൂ 1 ഇൻറ്റു 1 1 ഫാക്ടോറിയൽ എഫിൽ കിട്ടി. ഇനി അടുത്ത ഞാൻ ഐക്ക് ഇൻക്രിമെന്റ് ചെയ്തു. എത്ര വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം, 1 വെച്ച്. എന്തുകൊണ്ട്, ഫാക്ടോറിയൽ വരുന്നത് നമ്പർ 5 ആണെങ്കിൽ 1 വരണം, അടുത്ത വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 2 മൾട്ടിപ്ലൈ ചെയ്യണം, 3 മൾട്ടിപ്ലൈ ചെയ്യണം, അതിന്റെ കൂടെ പിന്നെ ആ 3 ഫാക്ടോറിയലിലൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഫാക്ടോറിയലായി. 4 ഫാക്ടോറിയലിന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5. അതുകൊണ്ടാണ് ഐയുടെ വാല്യൂ അടുത്ത് ഇൻക്രിമെന്റ് 2 എന്ന്, ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 2 ആയി. ഇനി പുറത്ത് ഞാൻ എന്ത് ചെക്ക് ചെയ്തു, വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ. ഞാനിവിടെ ഡ്യൂവൽ യൂസ് ചെയ്തോണ്ട് ഡ്യൂവൽ തന്നെ യൂസ് ചെയ്തല്ല ഫാക്ടർ, ഏത് ലൂപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യും. ഞാൻ ഡ്യൂവലിന്റെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം
പ്രോഗ്രാം ഞാൻ ഡു വൈൽ ചെയ്തതാണ്. ഇപ്പം വൈൽ ബ്രാക്കറ്റിനകത്ത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം. നമ്മിന് ഞാൻ കൊടുത്ത വാല്യൂ സപ്പോസ് 5 ആണെങ്കിൽ ചെക്ക് ചെയ്തു ഇപ്പൊ ഐയുടെ വാല്യൂ 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അതേ കണ്ടീഷൻ കറക്റ്റ് ആണ് എങ്കിൽ വീണ്ടും ഡൂയിലേക്ക് കൺട്രോൾ ഓട്ടോമാറ്റിക് പോകും. അവിടെ എന്താ പറഞ്ഞത് എഫ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഐ. ഓൾറെഡി എഫ് 1 ഉണ്ട്. 1 ഇൻറ്റു 2 ഇപ്പൊ ഏത് ഫാക്ടോറിയലായി 2 ഫാക്ടോറിയലായി. എന്നിട്ട് ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഇപ്പൊ ഐയുടെ വാല്യൂ 3 ആയി. ഓക്കെ, ഇനി ചെക്ക് ചെയ്യും 3 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണ്. അതെ കണ്ടീഷൻ 2 ആണ്. ലൂപ്പിലേക്ക് പോകും. എഫ് ഇസ് ഈക്വൽ ടു 2 ഫാക്ടോറിയലുണ്ട് ഇൻറ്റു 3 അപ്പൊ 3 ഫാക്ടോറിയലായി. ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഐയുടെ വാല്യൂ 4 ആയി. 4 ലെസ് ദാൻ ഈക്വൽ ടു നം ആണോ? അതെ. വീണ്ടും ഡൂയിലേക്ക് പോകും. വീണ്ടും എന്ത് ചെയ്യും 3 ഫാക്ടോറിയലിന്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യും. ഇനി ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഐയുടെ വാല്യൂ 5 ആയി. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം. നം വാല്യൂ 5 ആണ്. ഈക്വൽ ടു നം ആണ്. കണ്ടീഷൻ 2 ആണ്. വീണ്ടും ഡൂയിലേക്ക് പോകും. എഫിൽ ഓൾറെഡി 4 ഫാക്ടോറിയൽ ഉണ്ട്. അത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 വരെ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ഉണ്ട്. അതിന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്യും. 5 ഫാക്ടോറിയൽ കിട്ടി. ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഐയുടെ വാല്യൂ 6 ആകും. വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. കണ്ടീഷൻ ഫോൾസ് ആണ്. ലൂപ്പിന് പുറത്ത് ചാടും. വൈൽ ലൂപ്പിന്റെ അടുത്ത ലൈനിലേക്ക് വരും. അവിടെ എന്ത് കൊടുത്തു മെസ്സേജ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞിട്ട് എന്ത് പ്രിന്റ് ചെയ്യും എഫ്. അപ്പൊ ഏത് പ്രിന്റ് ചെയ്യും 5 ഫാക്ടോറിയൽ 1 2 വെച്ച് അവിടെ. ഓക്കെ, ഇതാണ് ഡു വൈൽ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് സ്വിച്ച് കേസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാണ്. നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം. എന്താണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്? പ്ലസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ് ഡിവിഷൻ. അതായത് റിമൈൻഡർ കണ്ടുപിടിക്കുന്നത് പെർസെന്റേജ്. അത് വെച്ച് രണ്ട് നമ്പേഴ്സ്, അത് ഇന്റിജർ ആയിക്കോട്ടെ ഫ്ലോട്ട് ആയിക്കോട്ടെ, ആ രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യുന്നു. ഞാനൊരു ഓപ്പറേറ്റർ റീഡ് ചെയ്യും. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് പ്ലസ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആണ് ഞാൻ കൊടുക്കുന്നത്, ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. മൈനസ് ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യണം. സ്റ്റാർ ആണെങ്കിൽ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. സ്ലാഷ് ആണെങ്കിൽ അതിന്റെ കോഷ്യന്റ് കണ്ടുപിടിക്കണം. പെർസെന്റേജ് ആണെങ്കിൽ അതിന്റെ റിമൈൻഡർ. ഇതൊന്നും അല്ലെങ്കിൽ എനിക്ക് ഇൻവാലിഡ് ഓപ്പറേറ്റർ എന്ന മെസ്സേജ് വരണം. ഇത് ഇഫിൽ എഴുതിയാൽ അത്രയും ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് വരും. ഞാൻ അത് എങ്ങനെയാണ് സ്വിച്ച് കേസ് യൂസ് ചെയ്ത് നോക്കി. ഇവിടെ ഞാൻ രണ്ട് നമ്പേഴ്സ് ഞാൻ ഇന്റിജർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് n1 n2 എന്ന രണ്ട് വേരിയബിൾസ് ഇന്റിജർ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. റിസൾട്ട് അപ്പൊ തീർച്ചയായിട്ടും ഇന്റിജർ ആകുമ്പോൾ റിസൾട്ട് ഇന്റിജർ ആയിരിക്കും. സോ r എന്ന വേരിയബിൾ റിസൾട്ട് റെപ്രസെന്റ് ചെയ്തു. ഓപ്പറേറ്റർ ഞാൻ ഇന്റിജർ ആയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ക്യാരക്ടർ ആയിട്ട് പറയാം. നിങ്ങൾ അടുത്ത ലൈനിൽ ക്യാരക്ടർ ഓപ്ഷൻ ആണെങ്കിൽ കൊടുക്കാം. അടുത്ത ഞാൻ രണ്ട് നമ്പേഴ്സ് ഞാൻ റീഡ് ചെയ്തു. n2 നമ്പേഴ്സ് സി എന്ന് പറഞ്ഞ് നമ്മൾ ആ രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്തു. n1 ഉം n2 ഉം റീഡ് ചെയ്തു. അതിനുശേഷം എന്ത് റീഡ് ചെയ്യണം നമുക്ക്? ഓപ്പറേറ്റർ ഏതാണ്? പ്ലസ് ആണോ, മൈനസ് ആണോ, സ്റ്റാർ ആണോ, സ്ലാഷ് ആണോ, ഏത് ഓപ്പറേറ്റർ വേണമെങ്കിലും റീഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓപ്പറേറ്റർ ഏതാണ്? പ്ലസ് ആണ് ഞാൻ കൊടുക്കുന്നത്, പ്ലസ് കൊടുക്കുന്നു. അപ്പൊ ഏതിനെ ബേസ് ചെയ്ത ബ്രാഞ്ചിങ് വരുന്നത്? OP എന്നാണ് ഓപ്പറേറ്റർ വേരിയബിൾ ബേസ് ചെയ്യുന്നത്. അപ്പൊ ആ ഓപ്പറേറ്ററിന്റെ വാല്യൂ പ്ലസ് ആണെങ്കിൽ ഇത് ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഞാൻ സിംഗിൾ കോട്സ് കൊടുത്തു. അതൊരു ഇന്റീജർ, അതായത് നിങ്ങൾ പ്ലസിന് പകരം 1 എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, അഡീഷൻ ആണ് 2 എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ ആണ് 3, അങ്ങനെയാണ് കൊടുക്കുന്നെങ്കിൽ 1 2 3 എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ഓപ്പറേറ്റർ തന്നെ ക്യാരക്ടർ ആയിട്ടാണ് റീഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു? പ്ലസ് മൈനസ് എന്നാണ് പ്ലസ് ചെയ്യുന്നെങ്കിൽ ആ ക്യാരക്ടറിനെ സിംഗിൾ കോട്സിലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ ഓപ്പറേറ്ററിന്റെ വാല്യൂ പ്ലസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ആർ എന്ന വേരിയബിൾ എന്ത് സ്റ്റോർ ചെയ്തു? n1 പ്ലസ് n2 എന്നിട്ട് ബ്രേക്ക് ചെയ്തു. അടുത്ത മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്തു? r is equal to n1 മൈനസ് n2 എന്നിട്ട് ബ്രേക്ക് ചെയ്തു. ഇനി അതുപോലെ എന്താണ് സ്റ്റാർ ആണെങ്കിൽ r is equal to n1 into n2 എന്ന് കൊടുത്തു. പ്രോഡക്റ്റിന്റെ കേസില് സ്ലാഷ് ആണെങ്കിൽ r is equal to n1 by n2. പെർസെന്റേജ് ആണെങ്കിൽ എന്താ? n1 പെർസെന്റേജ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എനിക്ക് എന്ത് മെസ്സേജ് ഞാൻ പറഞ്ഞു? ഇൻവാലിഡ് ഓപ്പറേറ്റർ എന്ന മെസ്സേജ് വേണം. അത് ഞാൻ എവിടെ കൊടുക്കണം? ഡിഫോൾട്ട് കൊടുത്തിട്ടുണ്ട്, സി ഔട്ടിനകത്ത് ഇൻവാലിഡ് ഓപ്പറേറ്റർ. എന്നിട്ട് സ്വിച്ചിന്റെ ബ്രേസസ് യൂസ് ചെയ്തു. അതിന്റെ പുറത്തായിരിക്കണം നമുക്ക് റിസൾട്ട് പ്രിന്റ്. വേണമെങ്കിൽ നിങ്ങൾ ഓരോ കേസിൽ കഴിയുമ്പോൾ അവിടെ തന്നെ ആർ പ്രിന്റ് ചെയ്യാം. പക്ഷെ അത്രയും പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വരേണ്ട ആവശ്യമില്ലല്ലോ. ജനറൽ ആയിട്ട് ഏതെങ്കിലും ഒരു കേസേ അറ്റ് എ ടൈം വർക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് എവിടെ വരും? സ്വിച്ചിന്റെ പുറത്ത് വരും. അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് അവിടെ റിസൾട്ട് പ്രിന്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം റീഡ് ചെയ്ത നമ്പർ 5 ഉം 10 ഉം റീഡ് ചെയ്തു. n1 n2 ന് 5 ഉം 10 ഉം റീഡ് ചെയ്തു. ഓപ്പറേറ്റർ ഞാൻ പ്ലസ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഏത് വരും വർക്ക് ചെയ്യും? പ്ലസ് എന്ന കേസ് പ്ലസ് ആണോ ചോദിക്കുമ്പോൾ ആണ്. അപ്പൊ ആറിൽ എന്ത് വരും? 10 5 ആണെങ്കിൽ n1 പ്ലസ് n2 15 എന്ന വാല്യൂ ആറിൽ വന്നു ബ്രേക്ക്. അപ്പൊ ഇത് എവിടെ വരും? ബ്രേക്ക് എന്ന് കാണുമ്പോൾ സ്വിച്ചിന്റെ ബ്രേസസിനെ പോലെ അവിടെ എന്ത് പറയും? റിസൾട്ട് ഈസ് ഈക്വൽ ടു 15 എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് സാമ്പിൾ പ്രോഗ്രാം നമ്മൾ ഇതുവരെ പഠിച്ചത്. അതായത് നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സ് നോക്കി, അതായത് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കി, സിംഗിൾ കണ്ടീഷണൽ ബ്രാഞ്ച് നോക്കി, സ്വിച്ച് കേസും എങ്ങനെയാണ് നോക്കി, അതിന്റെ സാമ്പിൾ പ്രോഗ്രാംസ് ആണ്.
പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എന്താണെന്ന് നമ്മൾ നോക്കി. അപ്പൊ നിങ്ങൾ പഠിപ്പിച്ച ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കുക. ഇത് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. പാർട്ട് എയില് 2 മാസത്തിന്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡാറ്റ ടൈപ്സ് ഇൻ സി എന്നാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ് മെയിൻ ഫംഗ്ഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പറയുക. തേർഡ് is the different methods to add comments in a C++ program. Fourth question എന്ന് പറയുന്നത് define enumerated data types in C++. Fifth എന്ന് പറയുന്നത് list any two preprocessor directories in C. Okay. ഇനി അടുത്തത് പാർട്ട് ബി, അതായത് നമ്മുടെ 6 മാർക്ക് ക്വസ്റ്റ്യൻസ്. നമ്മുടെ എക്സാമിന് അങ്ങനെയാണല്ലോ അല്ലെ, പാർട്ട് എ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പാർട്ട് സി ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസിനകത്ത് ഞാൻ പാർട്ട് എയും പാർട്ട് ബിയും ആണ് ഇൻക്ലൂഡ് ചെയ്തത്. പാർട്ട് എ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് പാർട്ട് ബി ആണ്. പാർട്ട് ബിയിൽ 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് 5 കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണം അപ് ടു 100 വരെയുള്ളത്. അതിന്റെ സമ്മം കണ്ടുപിടിക്കണം. അത് യൂസിങ് 3 ഡിഫറെന്റ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതാ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ? ഫോർ ലൂപ്പ്, ഡു വൈൽ ആൻഡ് വൈൽ ലൂപ്പ്. ഇത് യൂസ് ചെയ്ത് നിങ്ങൾ ഈവൻ നമ്പേഴ്സ് 100 വരെയുള്ളതിന്റെ സം കണ്ടു. അപ്പോ കുട്ടികൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം എഴുതുക. ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള വെബ്സൈറ്റുകൾ റെഫർ ചെയ്തിട്ടോ നിങ്ങൾ കൃത്യമായിട്ട് ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത പവർ പോയിന്റ് പ്രസന്റേഷനിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. കാഞ്ചന മാഡം, ഇന്ന് പങ്കെടുത്ത കുട്ടികൾ ചോദിച്ചിട്ടുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഒരു കുട്ടി ചോദിച്ചിട്ടുള്ളത് എന്താണ് സിയും C++ഉം തമ്മിലുള്ള വ്യത്യാസം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സി ആൻഡ് C++? സി എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓറിയന്റഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സിക്കകത്ത് ഒരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പ്രോഗ്രാമായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ചെറിയ പ്രോഗ്രാമിനെ നമ്മൾ പറയുന്നത് ഫംഗ്ഷൻ. ആ ഒരു അപ്രോച്ചിനെ നമ്മൾ പറയുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻസിനാണ് ഇമ്പോർട്ടൻസ്, ഡേറ്റയ്ക്ക്. പക്ഷേ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, C++ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഇവിടെ പ്രോഗ്രാമിനെ പല ഒബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ചെറിയ ചെറിയ ഒബ്ജക്ട്സ് ആയിട്ടാണ് മാറ്റുന്നത്. ഇവിടെ ഡേറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് പറയുന്നത്. പിന്നെ വേറൊരു പോയിന്റ് നമ്മൾ പറഞ്ഞാൽ സിക്കകത്ത് നമുക്ക് ഡേറ്റ നമുക്ക് ഹൈഡ് ചെയ്യാനുള്ള പ്രൊവിഷനിങ്. പക്ഷെ CPP നമ്മൾ പിന്നെ പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വരുന്നത് C++ന്റെ ഫീച്ചറാണ് ഡേറ്റ നമുക്ക് ഹൈഡ് ചെയ്യാൻ. നമ്മുടെ ഔട്ട്സൈഡ് വേൾഡിന് നമ്മുടെ ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റും. പ്രൈവറ്റ് ആണ് നമുക്ക് ചെയ്യാൻ. ആ ഡേറ്റ ഹൈഡിങ് നമുക്ക് ഉള്ളത് C++. അത് നമുക്ക് പിന്നെ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മുടെ കുട്ടികൾ സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് സി പ്രോഗ്രാമിംഗ് അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. നമുക്ക് ആ തരത്തിൽ വേണമെങ്കിൽ C++നെ സിയുടെ ഒരു സൂപ്പർ സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സി മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ C++ ഇനി ഫ്രഷ് ആയിട്ട് തുടങ്ങാമെന്നൊന്നും ആരും കരുതരുത്. പകരം കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സി പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സെമസ്റ്ററിലെ റെക്കോർഡുകളിൽ എഴുതിയ പ്രോഗ്രാമുകളും ലാബിൽ ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റുകളെല്ലാം റിവ്യൂ ചെയ്ത് ഇപ്പൊ ഒന്ന് ടീച്ചർ ഡിസ്കസ് ചെയ്ത ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു ലൂപ്പ്, അതുപോലെ തന്നെ കേസ് സ്ട്രക്ചർ എല്ലാം തന്നെ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള സി ലാംഗ്വേജിലുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ശരിക്ക് C++ ഈ സെമസ്റ്ററിൽ തേർഡ് സെമസ്റ്ററിൽ പഠിക്കണമെങ്കിൽ നിങ്ങളുടെ കരിക്കുലത്തിൽ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള, ഇത് പഠിക്കാൻ വേണ്ടി തേർഡ് സെമസ്റ്ററിലേക്ക് എത്തുന്ന കുട്ടികളുടെ പ്രീ റിക്വസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഏത് വിധേനയും ഇനി അടുത്ത സെക്ഷനുകളിൽ ക്ലാസ്സുകളും ഒബ്ജക്റ്റുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും ബേസിക് ലാംഗ്വേജ് കൺസ്ട്രക്റ്റുകളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സി ലാംഗ്വേജിനെ ബേസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ടീച്ചർ, മറ്റൊരു കുട്ടി ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ stdio.h ആൻഡ് IOStream എന്നുള്ളതാണ്. രണ്ടും നമുക്കൊരു ഹെഡർ ഫയൽസ് തന്നെയാണ്. stdio.h എന്ന് പറയുന്നത് സിയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ആയ, അതായത് നമ്മുടെ printf, scanf, getc ഇതെല്ലാം നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും? stdio.h എന്ന ഹെഡർ ഫയലാണ്. printf, scanf, ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് സിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഹെഡർ ഫയലാണ് stdio.h എന്ന ഹെഡർ ഫയൽ. അതുപോലെ CPP എന്തുണ്ട്, C++ എന്തുണ്ട്?
ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷനായ സി ഇന്നും സി ഔട്ടും ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് IO സ്ട്രീം. അപ്പൊ നിങ്ങൾ CPP-യിലെ സി ഇൻ സി ഔട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏത് വരണം? stdio.h പറഞ്ഞാൽ അതിന് വരെ ഏത് യൂസ് ചെയ്യണം? IO സ്ട്രീം യൂസ് ചെയ്യണം. #IO സ്ട്രീം എന്നിട്ട് പറയും. അതാണ് ഡിഫറൻസ്. അതായത് രണ്ട് സ്ഥലത്തും സിയില് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് stdio.h ആണെങ്കിൽ CPP-യിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനായ സി ഇൻ സി ഔട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് IO സ്ട്രീം. അതായത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ സ്കാനഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സ്കാനഫ് ഫംഗ്ഷനുകളാണ് യൂസ് ചെയ്യുന്നത്. സി ഇൻ ആണ് യൂസ് ചെയ്യുന്നത്. സ്കാനഫിന് പകരം സി ഇൻ സി ഔട്ട് ഉപയോഗിക്കുന്നു. അതെ. ഔട്ട്പുട്ടിന് പകരം പ്രിന്റ്എഫിന് പകരം സി ഔട്ട്. അതെ. അത് നമ്മുടെ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം iostream.h എന്ന ഹെഡർ ഫയൽ. അതിനകത്താണ് ഇത് ഡിഫൈൻ. ഓക്കെ. ഏതായാലും മറ്റു ചോദ്യങ്ങളൊന്നും കൂട്ടുകാർ ചോദിച്ചിട്ടില്ല. ഏതായാലും ഈ കുട്ടികൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതെ. എങ്കിൽ മാത്രമേ അവരുടെ ഡൗട്ട്സ് അവരെ എത്രത്തോളം ഈ കോഴ്സ് ശ്രദ്ധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അതെ. കാരണം ഇത് നമ്മളുടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ഈ കോവിഡ് കാലത്ത് നമ്മളുടെ അക്കാഡമിക് ഇയറും നമ്മുടെ സമയവും സഞ്ചരിക്കുന്നതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒട്ടേറെ മാർഗങ്ങളുണ്ട് ഓൺലൈനായിട്ട് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സിയും C++ ഉള്ള എല്ലാ യൂട്യൂബ് ചാനലുകളിലും നിങ്ങൾക്ക് പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ടാവും. ഏതായാലും നമ്മളുടെ അക്കാഡമിക് കരിക്കുലത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ പഠനമാണ് നമ്മളിന്ന് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഏതായാലും വളരെ നന്നായി 1 മണിക്കൂറോളം സമയം ഒട്ടേറെ ബുദ്ധിമുട്ട് സഹിച്ച് ഇരുന്ന എല്ലാ കുട്ടികൾക്കും കൂട്ടുകാർക്കും സിറ്ററിൻ്റെയും പോളിടെക്നിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും എല്ലാം പേരിൽ നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ക്ലാസ്സിലും വരുന്ന സമയത്ത് ഇന്ന് കാഞ്ചന മാഡം നിങ്ങളെ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളെല്ലാം ഒരു വട്ടം വായിച്ച് പഠിച്ച് അടുത്ത ക്ലാസ്സിന് തയ്യാറായിട്ട് വരണം. അപ്പോൾ ഒരിക്കൽ കൂടി ഇത്രയധികം സമയം നമുക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ചെലവഴിച്ച കാഞ്ചന മാഡത്തിനും പോളിടെക്നിക്കിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ചിന്റെ പേരിലും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ പേരിലുമുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.